ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു മറ്റൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വിമാനം പോകുന്നുണ്ട്, സൗണ്ട് പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മുടെ ഹോൺ റിലേ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. നമ്മുടെ ആൾട്ടോ കാറാണ്, ആൾട്ടോ കാറിൽ എങ്ങനെ ഹോൺ റിലേ സെറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന ഹോണ് റിലേ അതാണ് കേട്ടോ, അഗ്നിയുടെ റിലേ ആണ്. 4 ചാനൽ വരുന്ന അഗ്നിയുടെ റിലേ ആണ്. പക്കാ ക്വാളിറ്റി ആയിരിക്കും. അപ്പോൾ ഈ ഹോണായിരുന്നു ആദ്യം എൻ്റെ വണ്ടിയിലുണ്ടായിരുന്നത്. ഈ ഹോണ് ഇതത്ര സൗണ്ട് ക്ലാരിറ്റി പോരാ. അപ്പോൾ നമ്മളത് ചേഞ്ച് ചെയ്യാൻ പോകുന്നു. അത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ഹോണാണിത്. ഇത് റൂട്ട്സിൻ്റെ ഹോണാണ്. അപ്പോൾ ഇതാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. ഇതിൽ 2 ഹോൺ വെച്ച വണ്ടി ഹോണ് ആ ഒരു റിലേ ഇല്ലാതെ ഡയറക്റ്റ് ഹോൺ അടിയാൻ സാധ്യത കമ്മിയാണ്. കാരണം പവർ ആവശ്യമുണ്ടല്ലോ, ഈ ഹോണിന് പവർ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ അടിയാൻ സാധ്യത കമ്മിയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഇതിൽ സെറ്റ് ചെയ്യാമെന്നും അതുപോലെ തന്നെ റിലേ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നും നമുക്കിതിലൂടെ പരിചയപ്പെടാം. അപ്പോൾ അതിനായിട്ട് വേണ്ടത് 10ൻ്റെ ഒരു ഡബിൾ എൻഡ് സ്പാനർ ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻസുലേഷൻ ടേപ്പ് ആവശ്യമുണ്ട്. പിന്നെ ഈ ഒരു വയറ് ഈ ലെങ്ത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോയുടെ ലെങ്ത്ത് കുറക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം കട്ട് ചെയ്ത് വെച്ചത്. 2 സൈഡിലും സ്ലിപ്പ് ചെയ്ത് വെക്കുക. അതുപോലെ 3 വയർ അതുപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വലുപ്പത്തിൽ ഒരു വയറും അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു 1 മീറ്ററോളം 1 മീറ്ററിലേറെ ലെങ്ത്ത് ഉണ്ട്. അതായത് നമ്മുടെ ബാറ്ററിയിൽ നിന്ന് ഈ ഒരു റിലേ സെറ്റ് ചെയ്യണം അങ്ങോട്ട് വയർ എത്താൻ വേണ്ടിയിട്ടാണ്. ഇത്ര ലെങ്ത്തിലൊരു വയർ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ മാക്സിമം ലെങ്ത്ത് കുറക്കാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. താങ്ക് യു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ വണ്ടിയുടെ ബോണറ്റ് നമ്മൾ തുറന്നിട്ടുണ്ട്. നമ്മൾ ഹോൺ സെറ്റ് ചെയ്യാൻ പോകുന്നത് വണ്ടിയുടെ ഈ ഒരു ഏരിയയിലാണ്, വലത് സൈഡിലാണ്. ഇവിടെ ഒരു ഹോണും അതുപോലെ അതിൻ്റെ ഉള്ളിൽ മറ്റൊരു ഹോണുമാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. ഞാനിത് നേരത്തെ ഊരി വെച്ചപ്പോൾ ഇത് പോസിറ്റീവ് വയറാണ്, പോസിറ്റീവ് വയർ, ഇത് നെഗറ്റീവുമാണ്. അപ്പോൾ പോസിറ്റീവ് ഇതിമേലൊക്കെ ടച്ച് ആയാണ്ട് ഫ്യൂസൊക്കെ പോകാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞാനിത് ഇൻസുലേറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഹോൺ എടുത്തിട്ട് ഹോണിൻ്റെ ഒരു സൈഡ് ഇവിടെയും ഒരു സൈഡ് ഇവിടെയും ടച്ച് ചെയ്താൽ ഹോൺ അടിയുന്നതാണ്. ഈ നെഗറ്റീവും 2 സൈഡിൽ വെച്ചാൽ ഹോൺ അടിയത്തില്ല. നിങ്ങൾ യുക്തിപൂർവ്വം നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഹോൺ ഇവിടെ സെറ്റ് ചെയ്യുന്നു. റിലേ നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഞെട്ട് ലൂസ് ചെയ്ത് ഇവിടെയാണ് നമ്മൾ റിലേ സെറ്റ് ചെയ്യണത്. നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു 3 ലെങ്ത്തിലുള്ള വയർ ഇവിടുന്ന് ഇങ്ങോട്ട് എത്തുന്ന ലെങ്ത്തിലുള്ള 3 വയറാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഒരു ലോങ് വയർ നമ്മൾ നേരത്തെ കാണിച്ചല്ലോ, അത് ഇവിടെ ഈ റിലേയുടെ അടുത്ത് നിന്ന് ഈ ഒരു വയർ പോകുന്ന ആ ഒരു ഏരിയയിലൂടെ നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് വശത്തിലോട്ടാണ് എത്തേണ്ടത്. അപ്പോൾ നിങ്ങൾ ആ വയറിൻ്റെ ലെങ്ത്ത് ശ്രദ്ധിക്കുക, അളവ് കറക്റ്റായിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ഹോണ്, നമ്മൾ പഴയ ഹോണിൻ്റെ ആ ഒരു ക്ലാമ്പ് ഇവിടെ ഉണ്ട്, അതിലോട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. കാണുന്നുണ്ടോ അറിയില്ല. എന്നിട്ട് വാഷറിട്ട് അരഞ്ഞെട്ടും കൂടി ഇട്ട്
അത് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അടുത്ത ഓൺ കൂടി എടുത്തിട്ട് അടുത്ത ക്ലാമ്പിലോട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ശേഷം നമ്മൾ വാഷറിട്ട് ആ നെട്ടും കൂടി ഒന്ന് അതിലോട്ട് സെറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്തെടുക്കുക. ശേഷം നമ്മൾ 2 ഹോണിൽ നിന്നുള്ള കണക്ഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മുടെ ഈ ഹോണ് അന്ന് സെറ്റ് ചെയ്ത ആ ടൈമിൽ ഉണ്ടായിരുന്ന കണക്ഷൻ കാര്യങ്ങൾ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അല്ലാത്തവർ നിങ്ങളുടെ കൈകളില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തെടുക്കേണ്ടി വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഹോണിൽ നിന്നുള്ള ഒരു വയർ എടുത്തിട്ട് നമ്മുടെ വണ്ടിയുടെ ബോഡിയുടെ ഈ ഒരു എർത്തിലോട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബോൾട്ട് ലൂസ് ചെയ്ത് അതിലോട്ട് വെക്കുന്നുണ്ട്. നമ്മുടെ റിലേയിൽ നമ്മൾ ആ ഒരു 3 വയറുണ്ടല്ലോ കട്ട് ചെയ്ത് വെച്ചാൽ, അത് 3 നമ്മൾ റെഡ് ഒഴികെ ബാക്കി 3 നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പിരിച്ച് റിലേയിൽ എച്ച് എന്ന് എഴുതിയ ഈ ഒരു വയർ നമ്മുടെ ഒരു ഓണിൻ്റെ ആ ഒരു ലൈനിലോട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അത് നമ്മൾ ജോയിൻ ചെയ്യുകയാണ്. ഇത് നമ്മുടെ റിലേയുടെ ഔട്ടർ കണക്ഷനാണ് കേട്ടോ. ഈ ജോയിൻ്റ് അടിക്കുമ്പോഴൊക്കെ നല്ല ഉഷാറായിട്ട് ജോയിൻ്റ് ചെയ്യണം. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ അടുത്ത ബ്ലൂ ലൈനാണ് എടുക്കുന്നത്. അത് നമ്മൾ സ്വിച്ചിലെ നെഗറ്റീവ് കണക്ഷനിലോട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതെങ്ങനെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഹോണോ അല്ലെങ്കിൽ ലൈറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഇത് അടിക്കുന്നില്ല. അടുത്തത് അതുപോലെ സെറ്റ് ചെയ്ത് വെക്കുക. അടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. ഞാൻ ജസ്റ്റ് പറഞ്ഞു തരികയാണ്. ഇത് ഇൻസുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രീന് പോസിറ്റീവ്, മറ്റോ നെഗറ്റീവാണ്. അപ്പം നമ്മൾ ഈ അടുത്ത ഗ്രീനല്ല ബ്ലൂ ലൈൻ എടുത്തിട്ട് സ്വിച്ചിൻ്റെ നെഗറ്റീവിലോട്ട് നമ്മൾ കണക്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അടുത്തത് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഗ്രീൻ ലൈനാണ്. അത് നമ്മൾ നമ്മുടെ സ്വിച്ചിൽ നിന്ന് വരുന്ന പോസിറ്റീവ് കണക്ഷനിലോട്ട് കണക്റ്റ് ചെയ്യുക. നന്നായിട്ട് നമ്മൾ പിരിച്ച് സെറ്റാക്കി ഇൻസുലേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അടുത്ത നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു റെഡ് ലൈനാണ്, നമ്മുടെ ആ ഒരു ബാറ്ററിയിലോട്ട് പോകുന്ന റെഡ് ലൈന്. അതിന് നമ്മൾ ആ ഒരു മാറ്റി വെച്ച ആ ഒരു വലിയ ലെങ്ത്ത് കൂടിയ വയർ എടുക്കുക. പിരിച്ചൊക്കെ സെറ്റാക്കിയിട്ട് ആ ഒരു വയർ എടുക്കുക. ഇത് നമ്മുടെ റിലേയുടെ മെയിൻ കണക്ഷനാണ് കേട്ടോ. അത് നമ്മൾ ഈ ഒരു റെഡ് കണക്ഷനിലോട്ട് ജോയിൻ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് പിരിച്ച് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ മറ്റൊരു ചെയ്തതുപോലെ ഇൻസുലേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാക്കി കണക്ഷനൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഒരു കണക്ഷനേ ബാക്കിയുള്ളൂ. നമ്മുടെ മെയിൻ റെഡ് ലൈനിൽ വരുന്ന ലെങ്ത്ത് കൂടിയ വയറാണ്. ഇത് നമ്മൾ ബാറ്ററിയിലോട്ട് കൊടുക്കും. അത് നമ്മൾ സ്ലിപ്പർ ഉപയോഗിച്ച് സ്ലിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് ലെങ്ത്ത് കൂട്ടി സ്ലിപ്പ് ചെയ്തെടുക്കുക. കാരണം നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്ത് വെക്കേണ്ടതാണ്. നന്നാക്കി പിരിച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട്.
അടുത്ത് നമ്മൾ ഈ റില നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു നെട്ട് ലൂസ് ചെയ്തെടുക്കുന്നുണ്ട്. 10ൻ്റെ സ്പാനർ ഉപയോഗിച്ചിട്ട് അത് ലൂസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇതൊന്ന് ടൈറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സൈഡിൽ വെക്കുമ്പോൾ നമ്മുടെ ഈ ബോണറ്റിൻ്റെ ഒരു ലോക്ക് നമ്മളുടെ ഈ സൈഡിലൂടെയാണ് നമ്മളിത് വരിക. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് നമ്മളത് ലൂസ് ചെയ്തിട്ട് ലേശം ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഉഷാറായിട്ടുണ്ട്. നമ്മളത് ടൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നാക്കി ടൈറ്റ് ചെയ്യുക. നമ്മുടെ സൈഡ് ബോർഡിൻ്റെ ബോൾട്ടാണത്. അപ്പോൾ അത് ഉഷാറായി ടൈറ്റ് ചെയ്ത് വെക്കുക. അടുത്തത് നമ്മൾ ഈ ഒരു വയറ് ബാറ്ററീൻ്റെ പോസിറ്റീവിലോട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടി ഇതിലൂടെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിലൂടെ വയർ വലിക്കുന്നുണ്ട്. നമ്മൾ 10ൻ്റെ സ്പാനർ എടുത്തിട്ട് നമ്മുടെ ബാറ്ററിയുടെ ഒരു ഞെട്ട് ലൂസ് ചെയ്തെടുക്കുക. ശേഷം നമ്മൾ ഈ ഒരു വയറിൻ്റെ അങ്ങനെ അതിലോട്ടൊന്ന് പിരിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ആ ബോൾട്ട് അതുപോലെ തന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് എടുക്കുക. അത്രയേ വേണ്ടുള്ളൂ. ഒരു സിമ്പിൾ പരിപാടിയാണ്. ഈ ബോൾട്ടൊന്നിട്ട് ടൈറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമായ സ്പാനർ 10ൻ്റെ സ്പാനർ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു കേബിള് വയറ് പോയത് ഇതിലൂടെ പോയി ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ടാഗിൻ്റെ ഒക്കെ ഉള്ളിൽ കൂടെയാണ് ഞാൻ ഇട്ടത്. അപ്പോൾ സെറ്റായിട്ട് അവിടെ നിന്നോളും. ഇങ്ങനെയാണ് കേട്ടോ നമ്മളെ കണക്ഷൻ പോയത്. ഇങ്ങനെ നമ്മുടെ രണ്ട് ഹോണ് ഒക്കെ സെറ്റായിട്ടുണ്ട്. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മൈക്ക് ഇവിടെ ക്ലിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. നല്ല പവറുണ്ട്. പറഞ്ഞാൽ നല്ല പവറാണ്. ഇത് ഇവിടെയാണല്ലോ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് താഴത്തേക്ക് വീണിട്ടുണ്ട്. അത്രയും നല്ല പവറാണ്. നല്ല പവർ പറഞ്ഞാൽ നല്ല പവറാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. വളരെ എളുപ്പമാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ താങ്ക്